പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനം. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് മുൻപേ പോയി നമുക്ക് വേണ്ടി ഇടമൊരുക്കിയിരിക്കുന്ന സ്ഥലമൊരുക്കിയിരിക്കുന്ന നമ്മുടെ തമ്പുരാൻ. ഞാൻ പലപ്പോഴും ഒരു സമയം വരെ അല്ലെങ്കിൽ കുറേ വർഷങ്ങളിലേക്ക് ബാക്കിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സൈൻ ബോർഡുകളായിരുന്നു. അതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞു കേട്ടും അറിഞ്ഞും ചോദിച്ചറിഞ്ഞും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജനമാണ്. ഇപ്പോൾ എല്ലാം ഈ ഗൂഗിളിനകത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, നമ്മളെവിടുന്ന് തിരിയണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എത്ര സ്റ്റെപ്പ് വെക്കണമെന്നും ഇനി എത്ര കിലോമീറ്റർ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരിക. ഈ ഗൂഗിളിലിട്ടിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ട് എത്തിപ്പെടാൻ പറ്റുന്നതാണോ എൻ്റെയും നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ഞാനും നിങ്ങളും എത്തിപ്പെടേണ്ട, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ശാശ്വതമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലം? ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ട് അവസാനം ഒരു ശൂന്യത പോലെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചിട്ട് അതിനപ്പുറം പിന്നൊന്നുമില്ല, ഒരു വലിയ ശൂന്യതയാണ് അവിടെ. പലപ്പോഴും പലരുടെയും ജീവിതങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയാണ്, വഴിയറിയാതെ നിൽക്കുന്ന, വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, നിൻ്റെ യാത്രയിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ നിങ്ങളുടെ കരം പിടിച്ച് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ദൈവം. ജീവിതത്തിൽ പലപ്പോഴും ലക്ഷ്യം അറിയാതെ ദിക്കറിയാതെ ചുറ്റിത്തിരിയുമ്പോൾ തമ്പുരാൻ പറയാം, ശരിയായ വാസസ്ഥലം ഒരുക്കിയിട്ട് ശരിയായ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മുടെ കൂടെയുള്ള, അത് വെറുതെ കൂടെയൊന്നുമല്ല, ആപത്തും അനർത്ഥങ്ങളും പ്രതിസന്ധികളൊക്കെ വരാം, അതിൽ നിന്നൊക്കെ കാത്തു പരിപാലിച്ചുകൊണ്ട് കാത്തു രക്ഷിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള ദൈവം. ആ തമ്പുരാൻ്റെ കരാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. നമ്മൾ അവനോടൊപ്പമാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, അതോ നമ്മൾ കണ്ടെത്തിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ശരിയായിട്ട് എത്തുമോന്നോ ഇല്ലെന്നോ പോലും ഒരു ഉറപ്പുമില്ല, എങ്ങനെ ആയിത്തീരുമെന്നൊരു ഉറപ്പുമില്ല. ആ ഒരു രീതിയിലാണോ, അതോ 100% നമ്മൾ ലക്ഷ്യം ഉറപ്പിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൽ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന, വഴിയറിയാത്ത പല അവസ്ഥകളും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈശോയെ, നീ ഇത്രത്തോളം എന്നെ പരിപാലിച്ചു. നിൻ്റെ വലിയ സ്നേഹവും നിൻ്റെ കരുണയാണ് ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നത്. അതിനെല്ലാം കർത്താവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനായിരിക്കുന്നു. എൻ്റെ ശരിയായ ലക്ഷ്യത്തിൽ ഞാൻ എത്താനായിട്ടുള്ള എൻ്റെ ഈ ജീവിതയാത്രയിൽ കർത്താവേ, നീ എനിക്ക് എൻ്റെ കരം പിടിക്കണം. നിൻ്റെ കൃപയിലും നിൻ്റെ സ്നേഹത്തിലും ഞാൻ എപ്പോഴും ആയിരിക്കണം. നിൻ്റെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിക്കുന്നപ്പ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.